ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്നാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ ഏറ്റവും കൂടുതൽ കെടുതികൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് മയക്കുമരുന്നുണ്ട്. മയക്കുമരുന്നാണ് ഈ വരുന്ന തലമുറ, ഭാവി തലമുറയ്ക്ക് ഏറ്റവും ദോഷം വരുന്നത് ഈ ഒരു സംഗതി കൊണ്ടാണ്. ലോകത്തിൽ നമ്മൾ നേരിടാൻ, ഈ ഭാരതത്തിനെ നേരിടാൻ ഒരു ശക്തിയും കഴിയില്ല. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ശത്രു രാജ്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നും മറ്റുള്ള ഇതും ഇവിടെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രാജ്യത്തിൻ്റെ യുവത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഭാരത ഗവൺമെൻറ്, അതിലെ നമ്മുടെ പോണ്ടിച്ചേരി ഗവൺമെൻറ്റൊക്കെ ചേർന്നിട്ട് പലതരത്തിലുള്ള പല സ്ഥലങ്ങളിലും എക്സൈസ് അസോസിയേഷൻ ഓരോ കാറ്റഗറിയിലും ഓരോ സ്ഥലങ്ങളിലും ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ട് ജനങ്ങളിൽ ബോധവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ട് ശരിയായ ഒരു ക്ലാസ് നൽകാൻ നമ്മൾ സുരേന്ദ്രൻ പല സ്ഥലങ്ങളിലും ഇത് പോലീസായില്ലെങ്കിൽ ഒരു അധ്യാപകനാണ്ട് അയാളായിരുന്നു. പക്ഷേ ഇതായിട്ട് പോലീസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ SI ആയിട്ട് നമ്മുടെ റൈറ്റാണ്, കൊല്ലം സ്റ്റേഷൻ റൈറ്റാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശദമായ ക്ലാസ്സാണ്. ഓക്കെ, ഇന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന്. ഇതാണ് ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലെ ഒരു ഉത്തേജനം ചെയ്യുക, ഒരു കാരണം കൊണ്ട് ഏതെങ്കിലും സാധനം ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുക. അതാണ് ലഹരി എന്നറിയപ്പെടുന്നത്. അതിന് രാസലഹരിയാണ്. അതായത് രണ്ട് തരം ലഹരിയുണ്ട്. ഒന്ന് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ലഹരിയും, അതായത് മദ്യത്തിന് കൃത്യമായ അളവുണ്ട്. അതായത് അതിന് കൃത്യമായ ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടറി വാണിങ്സ് ഉണ്ട്. അത് കൊടുക്കാനുള്ള ഷോപ്പുകളൊക്കെ അത് നിയമാനുസൃതമായിട്ടുള്ളതാണ്. അതിനേക്കാളും വലുതാണ് ഈ രാസലഹരിയെ പിടിമുറുക്കിയത് എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് രാസലഹരി നമ്മുടെ സമൂഹത്തെ ശരിക്കും പറയാൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടി ലഹരിയിൽ എന്തുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ യുദ്ധമാണ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു കുട്ടിയെ തിരിച്ചറിയാൻ പറ്റും, ഒരു കുട്ടി ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്ന്? അതിന് തന്നെ കുറച്ച് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നമ്മളത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തടയാൻ പറ്റും. അതിനുവേണ്ട മറ്റു മാർഗങ്ങൾ കൗൺസിലിംഗ് മറ്റും വിധേയമാക്കിയിട്ട് അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മുടെ സർക്കാർ പല പ്രോഗ്രാമുകളും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരിക്കലും പോലീസൊന്നും വന്ന് നിങ്ങൾ അവയർനെസ് തന്നിട്ടാവില്ല. ഇപ്പോൾ പോലീസും റെസിഡൻസ് അസോസിയേഷനും കൂടി എല്ലാവരെയും ബോധവൽക്കരിക്കണമെന്ന് കൃത്യമായ സർക്കാരുടെ നിർദ്ദേശം കൊണ്ടാണ് നമ്മളെല്ലാം എടുക്കുന്നത്. ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് യുവത്വത്തിലാണ് നമ്മളെ രാജ്യത്തെ പ്രതീക്ഷ യുവത്വം. ആ യുവത്വത്തെ നശിപ്പിക്കുക ഇപ്പോൾ പുതിയ മാർഗങ്ങളാണ്. അതായത് യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം ഭയങ്കര പൈസയുണ്ട് പരിപാടിയാണ്, കുറേ ചിലവുണ്ട്. പക്ഷേ ഇത് വന്നാൽ മയക്കുമരുന്ന് കൊണ്ട് യുവത്വത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം ഫുള്ളായി നശിച്ചുപോയി. ഇപ്പം നമ്മളെ വീട്ടിലെ ഒരു മൂത്ത കുട്ടി മയക്കുമരുന്നിനെ ആ വീട് തന്നെ കംപ്ലീറ്റ് പോയി. വീട്ടിൻ്റെ എല്ലാ ശരിക്കും പറയുന്നത് നാശത്തിലേക്ക് നടക്കാൻ. ഇപ്പോൾ നമ്മളെ ചെമ്പ്രയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, ബിടെക് പഠിച്ചതാണ്. അവൻ അവിടുന്ന് ലഹരി ഉപയോഗിച്ചു. അപ്പോൾ ലഹരി ഇവിടുന്ന് കിട്ടാതായപ്പം വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു. നമ്മൾ പോകുമ്പോൾ കാണുന്നത് പറഞ്ഞാൽ വീട്ടിലെല്ലാം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV എല്ലാം അടിച്ചു പൊളിച്ചിട്ടല്ല, അടിച്ച് നുറുക്കിയതല്ലേ, നുറുക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണ് അവന് ഈ സാധനം കിട്ടിയില്ല. സാധനം കിട്ടാതെ അതിന് ഡി അഡിക്ഷൻ സെൻറ്ററിലെ അവനെ കൊണ്ട് പോലീസ് സഹായത്തോട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഡി അഡിക്ഷൻ സെൻറ്ററിലാകുന്നത്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാഗ് ചെക്ക് ചെയ്യാറ്, സ്കൂൾ ബാഗ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂൾ ബാഗ് ചെക്ക് ചെയ്യലുണ്ട മക്കളെ? നമ്മൾ വരുമ്പോൾ എപ്പോഴെങ്കിലും, അതായത് എൻ്റെ ദിവസമല്ല, ആഴ്ചക്ക് ഒരു ദിവസമോ നിങ്ങളെല്ലാം ബാഗ് ചുമ്മാ വെറുതെ മോനെ മുന്നേ ബാഗ് നോക്കട്ടെ, നല്ലോണം എഴുതിയിട്ടുണ്ടോ, നോട്ട്ബുക്കിൽ കുട്ടികളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ കോളേജ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്തും ഈ സ്കൂൾ കുട്ടികളുടെ അടുത്തും ATM കാർഡ്, ഒന്നിൽ കൂടുതൽ ATM കാർഡ്, പിന്നെ നോട്ട് ചുരുട്ടിയ നിലയിൽ നോട്ട് ചുരുട്ടിയ നിലയിൽ കാണുന്നുണ്ടെങ്കിൽ ATM കാർഡ് കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം മകൻ അല്ലെങ്കിൽ മകൾ ഈ ലഹരിയുടെ ലോകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭീകരമായ ഒരു ലഹരിയാണ് LSD, MDMA, മെത്തലിൻ ഡയോക്സി മെത്തഹാക്റ്റാമിൻ, MDMA, മെത്ത് അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ കർപ്പൂരം എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനമാണ്. ഈ MDMA എന്ന് പറഞ്ഞാൽ പഞ്ചസാര തരി പോലത്തെയാണ്, കൽക്കണ്ടി പഞ്ചസാര തരി പോലത്തെ സാധനം. ഇത് ഒരു തരി ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ
മിനിമം 6 മണിക്കൂർ വരെ അതിൽ ഉന്മാദ അവസ്ഥയിലുണ്ടാവുക. അവൻ ചെയ്യുന്നതാണ് അവൻ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, എന്താണ് ഞാൻ ചെയ്യുന്നത്. അവൻ ലഹരിയുടെ മായാവലയത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ വീടടിച്ച് പൊളിക്കുക ഒക്കെ ചെയ്യുക. ഇങ്ങനെ കഴിച്ച കുട്ടികൾ എന്ന് പറയുന്നതിനാൽ അകാരണമായി ദേഷ്യപ്പെടുക. നമ്മൾ മോനിങ്ങേരി പോകുന്ന അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവന് വയലൻ്റാണെന്നോ, അന്ന് ഞാൻ പോയാലെന്താ, അങ്ങനെയാണ് വരിക. വയലൻ്റ് കൂടും. പിന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ആക്റ്റീവായ കുട്ടി പെട്ടെന്ന് ഡൗൺ ആയി, അതായത് സഡനായിട്ട് ഒരു ശോകമുഖമായിട്ട് ഒരു സബ്ജക്റ്റ് ഒറ്റയ്ക്കിരിക്കുക, കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാൻ നിൽക്കുക, പിന്നെ വാതിൽ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ ലഹരിയുടെ ലോകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരുടെ പ്രവൃത്തികൾ പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നത് വെച്ചാൽ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പോയി അനാവശ്യം ഇടപെടരുത്. അതിപ്പോൾ പറയും, ഇപ്പം ഇതെല്ലാം ജൻസിയാണ്. ജൻസി എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ലോകം എന്നാണ്. പക്ഷെ എന്താ, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത്, അവരറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ മക്കളെ നേർവഴി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജ് കഴിഞ്ഞാൽ ജസ്റ്റ് വരിക, സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കോളേജിൽ എന്ത് വിശേഷങ്ങൾ, നോട്ടിൽ നിന്ന് കമ്പ്ലീറ്റ് എഴുതുന്നുണ്ടോ, നോട്ട് നോക്കട്ടെ എന്ന് ജസ്റ്റ് നോക്കുക. അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം മോശമായിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ തന്നെ പേജെല്ലാം മറിച്ച് നോക്കുക. അപ്പോൾ പേജെല്ലാം മറിച്ച് നോക്കുക, കുട്ടിക്ക് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അല്ല ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ലോകത്തിൽ നമ്മൾ ആരും തന്നെ പരസ്പരം സംസാരിക്കാറില്ല. എല്ലാവരും അച്ഛൻ വന്ന് അമ്മ വന്ന് എല്ലാവരും ഒരു മൊബൈലിട്ട് ഓരോ മുറക്കിരിക്കും. അപ്പോൾ മിണ്ടാട്ടമില്ല, മീൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല. അറ്റ്ലീസ്റ്റ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് എല്ലാവരും കൂടെ ഒന്ന് പറയുക, അങ്ങോട്ടും കൂടെ ഇന്നത്തെ വിഷയം എന്താണ്, ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് പരസ്പരം സംസാരിക്കുക. പരസ്പരം സംസാരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മക്കളെല്ലാം ചെറിയ പോയിന്റ് ഒരു അമ്മക്ക് മനസ്സിലാക്കാൻ പറ്റും, അച്ഛനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അമ്മക്ക് മക്കളെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് വരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അമ്മമാരാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവരെ വൈകിട്ട് വന്ന സ്കൂൾ വിട്ട് വന്നപ്പോൾ നോക്കുക അവരെ ഫ്രണ്ട്സ് ആരാണ്, അവർ ആരുമായിട്ടാണ് കമ്പനി ചെയ്യുന്നത്. അത് നിങ്ങളിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കണം. ചോദിക്കുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ആരാടാ, അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഏതൊക്കെയാണ്, നല്ല കുട്ടികളുണ്ടോ, സൗന്ദര്യ കുട്ടികളുണ്ടോ, അങ്ങനെ ചോദിച്ചാൽ അവർ കുറച്ചുകൂടെ അടുക്കുമ്പോൾ അവർ ഓപ്പണായി സംസാരിക്കണം. അപ്പോൾ അമ്മയോട് അവർ വളരെ എല്ലാം ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ടാണ് നമ്മളിലുള്ള ഒരു പ്രേമോട്ടെങ്കിൽ ഇന്ന് അവർ ആദ്യം അമ്മയോട് പറയാം, അമ്മ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, ആണിന് വലിയ ഇഷ്ടമാണെന്ന് അമ്മയോടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വളരെ ഫ്രണ്ട്ലി അപ്രോച്ച് ആയിട്ട് നിങ്ങളെ മക്കളുടെ അടുത്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ സ്ഥാപിച്ചാൽ മാത്രമേ മക്കള് നല്ല നിലയിലേക്ക് വരികയുള്ളൂ. അല്ല നമ്മളോട് ഒരു മസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല, അവർ കൂടുതൽ ദേഷ്യപ്പെടുക. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ന്യൂ ജൻ, ഇപ്പോൾ അച്ഛനെ വരെ ബ്രോ എന്ന് വിളിക്കുന്ന സമയം. അതുകൊണ്ട് സാധാരണ ബ്രോ ഹായ് ബ്രോ ഞാൻ പോകുന്നു, എല്ലാത്തിനും ഷോർട്ട് ഫോമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിലും കുട്ടികൾ സംസാരിക്കുന്ന വേർഡുകളാണ് എല്ലാത്തിനും വളരെ വളരെ ഷോർട്ടാണ്. നമുക്ക് ചിലപ്പോൾ അവരെ മെസ്സേജ് പോലും വായിക്കാൻ പറ്റില്ല. അവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും, നമുക്കത് തിരികെയില്ല എന്നാ മെസ്സേജ് അയച്ചത്. എല്ലാത്തിനും ഷോർട്ട് ഫോമാണ്. ഇന്ന് അതേപോലെ എന്താണെന്ന് പറഞ്ഞാൽ ഈ MDMA മറ്റൊരു രൂപം വന്നിട്ട് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ MDMA ഞാനിപ്പോൾ കഴിച്ച് ഞാൻ കുറച്ച് നല്ല ഡോസ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് സിറിഞ്ചിൽ എടുത്ത് കൊണ്ടുപോകും. അത് ഒരാൾ എടുത്തു വെക്കാം, മറ്റൊരാൾ എടുത്ത് ഉപയോഗിക്കും. അത് ഈ സിറിഞ്ച് കൂടെ കയറ്റിയിട്ട് അതിലൂടെയാണ് ചെയ്യുന്നത് ബ്ലൂടൂത്തിങ് പറയുന്നത്. ആ ബ്ലൂടൂത്തിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം മാരകമായ അപകടം ക്ഷണിച്ചു വരുന്നില്ല. പല രോഗങ്ങളും ഉണ്ടാവും ഈ ബ്ലഡ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അതായത് ഉപയോഗിക്കുന്ന ആൾ ബ്ലഡ് എടുത്ത് സിറിഞ്ചിലെടുത്ത് മറ്റാൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ സിറിഞ്ചിൽ കൂടെ മാരരോഗങ്ങൾ പകരാൻ പല അപകട സാധ്യതകളുണ്ട്. പിന്നെ ഈ MDMA ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അവർ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം, അതിൽ കൂടുതൽ അവരുണ്ടാവില്ല. അവർ കാലക്രമേണ അവർ പലതരം ഗുരുതര രോഗങ്ങളിട്ട് നമ്മൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ MDMA എന്ന് പറഞ്ഞാൽ മണമില്ല. നിങ്ങൾ കള്ളു പിടിച്ചാലും ചെയ്യാൻ പറ്റും, മണക്കും. സിഗരറ്റ് വലിച്ചാൽ മണക്കും. ഇന്ന് ഈ MDMA ഉപയോഗിച്ചാൽ മണം ഉണ്ടാവില്ല, മണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരെ കണ്ണ് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ണ് ചെറുതായിരിക്കും. കണ്ണിപ്പോൾ എൻ്റെ ഈ ഇതുണ്ട് കുറച്ച് ചെറുതായിരിക്കും, കണ്ണ് ചെറുതായിരിക്കും. പിന്നെ ഇവർ പറഞ്ഞാൽ ഒന്നിക്കിൽ സൈലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിങ്. നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാൻസർ ആണെങ്കിൽ അവർ ഡാൻസ് 2 മണിക്കൂർ ചെയ്ത് നിർത്തുമായിരിക്കും. പക്ഷേ ഈ MDMA ഇങ്ങനത്തെ കെമിക്കൽ രാസലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ഭയങ്കര എനർജി ആയിരിക്കും.
എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി തരും. അതായത് 6 മണിക്കൂറിൽ കിട്ടും അവന് എനർജി. 6 മണിക്കൂർ കഴിഞ്ഞാലാണ് അവൻ തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അത്രയും സമയം അവൻ ലഹരിയുടെ ലോകത്താണ്. ലഹരിയുടെ ലോകത്ത് അവൻ ചെയ്യുന്ന പരാക്രമങ്ങൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മളെ മക്കളെ എങ്ങനെ നമ്മൾ കൊണ്ടുവരാമെന്ന് നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം അവരെ സമീപിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടയ്ക്ക് അവരെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്തിട്ടും അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടും അവർ പഠിക്കുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ നിങ്ങൾ പോകാറുണ്ടോ? പാരൻസ് മീറ്റിങ്ങിൽ കൃത്യമായി പോകാറുണ്ട്. കോളേജിൽ പോകണ്ട, കോളേജിൽ ആരും പോകാറുണ്ടാവും. കോളേജിൽ പോകാറുണ്ടോ? കോളേജിൽ പോവുക, വീട്ടിൽ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി വിസിറ്റ് മാതിരി പോകണം. അല്ലാണ്ട് നമ്മൾ മസിലും പിടിച്ച് പോയതൊന്നും നടക്കുന്നില്ല. നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ചെറിയ കുട്ടികൾ ലഹരി ഫസ്റ്റ് തുടങ്ങുന്ന ചെറിയ കുട്ടികളില്ല. ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും? ഈ ലഹരി കാരിയർ എന്ത് ചെയ്യുന്നതിന് മോനെ ഈ ബാഗ് എടുത്തിട്ടുണ്ട് അപ്പടിയെ കൊണ്ടുപോകും. അപ്പടിയേക്കാരെന്നുണ്ടെങ്കിൽ അവന് ഫസ്റ്റ് ഒരു 5 സ്റ്റാർ ഇട്ടു, അന്ന് കൊണ്ടുവന്നതല്ലേ എൻ്റെ മോൻ്റെ 5 സ്റ്റാർ ഇട്ടു. നാളെ അങ്ങനെ അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് കൊണ്ടുകൊടുക്കുന്നു. അപ്പോൾ പിന്നെ 5 സ്റ്റാറിൽ എന്ത് ചെയ്യും? അവർ ഡ്രഗ് യൂസ് ചെയ്യും. അപ്പോൾ അവനറിയാതെ പിന്നെ അവനത് കിട്ടാനുള്ള വെപ്രാളാണ്. അപ്പോൾ അതിനുവേണ്ടി അവൻ പലതൊക്കെ അമ്മ സൗഹാർദ്ദപൂർവ്വമായിരിക്കണം. അത് ഒരു ഹാർഡായിട്ടുള്ള ഒരു വേൽ കൂടെ ചെയ്യരുത്. ഹാർഡായിട്ടുള്ള വേൽ കൂടെ ചെയ്യുമ്പോൾ അത് നമുക്ക് നേരെ റിവേഴ്സായിട്ട് വരിക. നമ്മൾ സൗഹാർദ്ദമായ നിലയിൽ കൂടി മക്കളെ നല്ല ഫ്രണ്ട്ഷിപ്പിലോട് കൂടിയിട്ട് അവരുടെ പ്രോബ്ലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുടെ കൂട്ടുകെട്ട് എന്താണെന്നും ആരൊക്കെ കൂടുതൽ അനാവശ്യ പൈസ കൊണ്ടുപോകുന്നുണ്ടോ. എപ്പോഴും പൈസ ചോദിക്കുമ്പോൾ 500 രൂപ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ 500 രൂപ കൊടുക്കുന്നത് എന്തിനാണ്, ഏത് കാര്യത്തിനാണ്, ആരാണ്? എന്നാണ് ജസ്റ്റ് സ്കൂളിൽ ചോദിക്കുക, സ്കൂളിൽ മേഡം പൈസ ആവശ്യമുണ്ടോ? അപ്പോൾ പൈസ ആവശ്യമുണ്ടെന്ന് സ്കൂളിൽ ചോദിക്കുക. അവരടുത്ത് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയും എന്തിനാണ്, എന്താവശ്യം നിനക്ക് പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ തരും. അങ്ങനെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് കൂടെ മാത്രമേ നമ്മളിന്ന് മക്കളെ നമുക്ക് നേരെ വഴിക്ക് നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ മക്കളെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാഗ് ചെക്ക് ചെയ്യുക, അവരുടെ റൂം ചെക്ക് ചെയ്യുക, അവരുടെ പുസ്തകങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതെല്ലാം തന്നെ സൗഹാർദ്ദപൂർവ്വമായിരിക്കണം. എന്നാൽ നമ്മൾ ബലം പ്രയോഗിച്ച് ചെക്ക് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളോട് പറയില്ല, നിങ്ങളൊരു കാര്യം പറയും. അന്നെ ഒരാളിങ്ങനെ വരുന്നുണ്ട്, ഒരാൾ നമ്മളെ കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയും. നിങ്ങൾ സൗഹാർദ്ദപൂർവ്വമാണെങ്കിൽ അവൻ പറയും, അമ്മ എൻ്റെ അച്ഛൻ ഇങ്ങനെ വരുന്നത്, അവൻ ഇന്ന സാധനം കൊണ്ടുവരുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ആളെ തിരിച്ചറിഞ്ഞിട്ട് അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ തിരിച്ച് നമ്മൾ നല്ല നിലയിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് പറയും എല്ലാവരോടും ഞാനൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലഘട്ടമാണ്, മൊബൈൽ ഫോണിന് അമിതമായ ഉപയോഗമുണ്ട്. അത് മൊബൈൽ ഫോൺ നല്ലതിനും ഇപ്പോൾ കെട്ടതിനും വേണ്ടി യൂസ് ചെയ്താണ്. ഇപ്പം ഡാർക്ക് വെബിലാണ് അവർ സഞ്ചരിക്കുന്നത്. ഡാർക്ക് വെബിലാണ് ഈ ലഹരീൻ്റെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നതാണ് ലഹരി സൈറ്റാണ്. ആ സൈറ്റ് കുറേയധികം ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവർക്ക് ആക്സസിബിളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ പോകുന്നുണ്ട്. അത് നമ്മളിപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ മക്കളെ കൊടുക്കാൻ പറ്റും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഫീൽ ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. ഇങ്ങനെ മക്കളെ ഇങ്ങനെ എന്തെങ്കിലും അനാവശ്യമായി ദേഷ്യപ്പെടുന്നതോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥയുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബം നിങ്ങൾ പറയും, ഓപ്പണായി പറയും, ഇതിപ്പം ഇന്ന് എനിക്ക് നാളെ ആർക്കും വരാം. അപ്പോൾ മക്കളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരിക. മാക്സിമം ഉണ്ടെങ്കിൽ ഇന്ന് അവൈലബിൾ ആണ്. കൗൺസിലിംഗ് ഉണ്ട്, ഫ്രീ ആയി കൗൺസിലിംഗ് ഉണ്ട്. ഗവൺമെൻറ് തന്നെ കുറേ പദ്ധതികളുണ്ട് നേരായി കൊണ്ടുവരാനുള്ളത്. കൗൺസിലിംഗ് ചെയ്യുന്നത് അവരെ ഫസ്റ്റാണ് നമ്മൾ കൗൺസിലിംഗ് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ സ്ക്രീനിൽ മൊബൈലിൻ്റെ കവറിലിട്ടാണ്. ഈ കവറിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഇതിൽ വെക്കും. ഇതിൽ വെച്ചിട്ട് അവർ വെച്ചിട്ട് അത് പൊടിക്കും. ATM കാർഡോട് പൊടിച്ചിട്ട് ലൈനിടും. അതും പറയും, ഒരു ലൈന് വരുമോ അല്ലെങ്കിൽ 2 ലൈൻ തരുമോ. ഇത് ഒരു ലൈനിനാണ് പൈസ. അത് പൊടിച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീൻ കാർഡ് കൂടി വലിക്കും. ഒരു സ്ട്രേറ്റ് ലൈൻ വരും. ആ ഒരു ലൈന് വാങ്ങുന്നതിന് ഒരാൾക്ക് പൈസ കൊടുക്കും. ഈ ലൈൻ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പേപ്പർ ചുറ്റി വെക്കും. പേപ്പർ ചുറ്റിട്ട് മൂന്നും കൂടെ വെക്കുകയാണ്, ഒറ്റയടിക്കും. ആ ലൈന് കറക്റ്റായിട്ട് ഇതിൽ കൂടെ കയറി ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മൊബൈൽ ഫോണ് നിങ്ങൾ നോക്കണം, അതിൻ്റെ ഈ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും വൈറ്റ് പാർട്ടിക്കില്ല വെള്ള കളറിൽ എന്തെങ്കിലും സാധനം കാണുന്നില്ല. നമുക്കത് ഇതിങ്ങനെ എന്തെങ്കിലും സ്ക്രീൻ സൈഡിലുണ്ടാവും. മൈനൂട്ടേൻ്റെ പൊടിയായിരിക്കും. അതെന്തെങ്കിലും ഉണ്ടോ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞു നോട്ട് ഇങ്ങനെ ചുരുട്ടിയ നിലയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് 20 രൂപ നോട്ടോ 10 രൂപ നോട്ടോ 5 രൂപ നോട്ടെല്ലാം ചുരുട്ടിയ നിലയിൽ കാണുമോ. അത് നമ്മൾ വീഡിയോ പോലെ ചെറിയ ഹോളാക്കി നോക്കും. ആ പേപ്പർ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ്, അതോട് വെച്ചിട്ട് കൂടിയാണ് ഇവർ വലിച്ചു തരുന്നത്. ഈ ലൈൻസ് ഇടുകയാണ് ഫസ്റ്റ് ചെയ്യുക.
ഫസ്റ്റ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് പൊടിക്കാനാണ് ഏറ്റവും കാർഡ് ഉപയോഗിക്കുന്നത്. പൊടിക്കുന്ന മാക്സിമം 95% ഈ മൊബൈൽ ഫോണിൻ്റെ ഇത് ഡിസ്പ്ലേൻ്റെ വില വെച്ചിട്ടാണ് ചെയ്യുക. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് അത് നല്ല കരുതരായി കിട്ടും. അത് ലൈനിടാനും എളുപ്പമാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിലത് വലിക്കും, അത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് നോട്ട് നോക്കുക, ചുറ്റിനാണെങ്കിൽ നോട്ട് നോക്കിയാൽ ATM കാർഡ് നോക്കുക. റൂമിൽ പിന്നെ അനാവശ്യ പാട്ട് വെക്കൽ, ഒച്ചത്തിലുള്ള പാട്ട് വെസ്റ്റേൺ മ്യൂസിക് വെക്കും. പിന്നെ അവൻ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നത് നോക്കുക. പിന്നെ എപ്പോഴും നമ്മളെ മക്കളെ പാഠപുസ്തകങ്ങളും ഡ്രസ്സുകളും ബാഗുകളും ചെക്ക് ചെയ്ത് കൊടുക്കണം. ചെക്ക് ചെയ്യുന്നതെല്ലാം സൗഹാർദ്ദ, ഞാൻ വീണ്ടും പറയുന്നു, സൗഹാർദ്ദപൂർവ്വമായിരിക്കണം. നമ്മൾ വളരെയധികം നമ്മൾ ഹാർഷായ രീതിയിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എൻ്റെ ബാഗ് കാണട്ടെ, എൻ്റെ ബാഗിൽ എന്തെല്ലാം അങ്ങനെ വളരെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ നമ്മൾ ബാഗ് എടുക്കുന്ന പോലും അവൻ തിരിയരുത്. ജസ്റ്റ് ഒരു നോക്കുക, അതിൻ്റെ ബാഗ് കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ചടിയനായി കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സൗഹാർദ്ദ അറ്റ്മോസ്ഫിയർ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മക്കളെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളുണ്ടെങ്കിൽ മാഹിൽ അവൈലബിൾ ആണ് മാഹിൽ കൗൺസിലിംഗ്, സോഷ്യൽ വെൽഫെയർ കൗൺസിലിംഗ്, ഒരാളുണ്ട്, ഒരു കൗൺസിലറുണ്ട്, അവൈലബിൾ ആണ്. മാഹിൽ അവൈലബിൾ ആണ്. സർക്കാരിന് അതെല്ലാം തലശ്ശേരി നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഡ്രഗ്സുമായിട്ട് പിടിച്ച് എത്ര കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എന്തെന്നാ ശരിക്കും ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MDMA എന്നാണ് സാധനം. അതാണ് ചെറിയ ക്വാണ്ടിറ്റി ആണ്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ആണ്. ഈ MDMA എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒരു ചെറിയ വള്ളൂർ MDMA ഫസ്റ്റ് വള്ളൂരാണ് പിടിച്ചത്. കോളേജിൽ പിടിച്ച ഫസ്റ്റ് വള്ളൂരാണ്. അതായത് 2021 വന്ന ഉടനെ MDMA എന്താണെന്ന് പോലും അറിയാത്ത സമയത്താണ് വള്ളൂർ പിടിക്കുന്നത്. ഉപയോഗിക്കുന്നറിയോ അല്ലെങ്കിൽ വിൽക്കുന്നതാണ്? അവർക്കും പൊടിച്ച് ജയിലിലാണ്. അവർക്കും ജയിലിൽ ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയിട്ട് എത്ര വർഷം വരെ പിടിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ശിക്ഷ? പിടിച്ചു കഴിഞ്ഞാൽ മിനിമം അവർ 90 ദിവസം വരും. 90 ദിവസം കൊണ്ട് ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടിയില്ല അവിടെ ഉള്ളിൽ തന്നെ. ജാമ്യം കൊടുത്തിട്ട് ജാമ്യം കിട്ടണം 90 ദിവസം പിന്നെ ഓട്ടോമാറ്റിക്കായി കിട്ടും. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ജാമ്യം കിട്ടും. MDMA എവിടുന്നാണ് വരുന്നത്? MDMA മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ. സുരേഷ് ബാബു സാർ, സുരേന്ദ്രൻ സാറിനും മയക്കുമരുന്നിന് എതിരായുള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിനോടും ഈ ഏരിയയിലോടും എല്ലാവരോടും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ മാർബൽ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടെ തന്നെ ഇത്രയും സമയം ചെലവിട്ട സുരേഷ് ബാബു സാറിനും സുരേന്ദ്രൻ സാറിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.